ഉദ്ധിതനായ രക്ഷകന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. മരണത്തിലൂടെ മരണത്തെ വിജയിച്ച ക്രിസ്തുവിൻ്റെ മഹുദ്ധീകരണ നാളാണ് പുനരുത്ഥാന ദിനം. തൻ്റെ ശരീരം കിടന്ന കല്ലറയും തൻ്റെ ശരീരം പൊതിഞ്ഞ കച്ചയും ക്രിസ്തു ഉപേക്ഷിക്കുന്നുണ്ട്. ക്രിസ്തുവിന് കല്ലറയും കച്ചയും മൃതശരീരത്തെ ആവരണം ചെയ്ത കേവലം ഭൗതിക വസ്തു മാത്രമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് താൻ ഉദ്ധിതനായി എന്നതിന് താൻ തന്നെ അവർക്ക് പ്രത്യക്ഷനായി സമാധാനം ആശംസിക്കുന്നു. എന്നാൽ ശത്രുക്കൾക്ക് അടയാളമായി അവശേഷിപ്പിച്ചത് ശൂന്യമായ കല്ലറയായിരുന്നു. അതവർക്ക് അസമാധാനത്തിൻ്റെ അടയാളവുമായിരുന്നു. കല്ലറ ജീവസുറ്റതായ ഒരിടമല്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആ ജീവസുറ്റതല്ലാത്ത ഇടത്തിൽ നിന്നാണ്. ഓരോ കഷ്ടതകൾക്കും അപമാനങ്ങൾക്കും അപജയങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒറ്റിക്കൊടുക്കലുകൾക്കും തള്ളിപ്പറച്ചിലുകൾക്കും പിന്നിൽ ശക്തമായ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വലിയ മർമ്മമുണ്ടെന്ന് ഉദ്ധിതൻ്റെ ഉണ്മയായ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രതീക്ഷയുടെയും ആത്മസന്തോഷത്തിൻ്റേതുമായ ഉത്ഥാനം തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയം മാത്രമല്ല, മറിച്ച് മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ആഘോഷം കൂടിയാണ് അത്. ആരൊക്കെ ക്രൂശിച്ചാലും ഇരുട്ടിനുള്ളിൽ അടച്ചാലും ദൈവനിയോഗമുള്ളവർ 10 മടങ്ങ് ശക്തിയോടെ മടങ്ങി വന്നിരിക്കും എന്ന ജീവിത തത്വം ഉത്ഥാന പെരുന്നാളിലുണ്ട്. ഉയർപ്പിൻ്റെ വെണ്മയിൽ അമ്മ മറിയം വീണ്ടും പ്രസന്നവധയാകുന്നു. ശിഷ്യന്മാർ ഭയത്തിൻ്റെ കോട്ടകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവനെ ക്രൂശിച്ചവർ ചിതറിപ്പോയി. കാലം കാത്തുവെച്ചൊരു കാവ്യനീതിയിൽ ക്രൂശിൻ വഴിയിൽ ആർത്ത് അട്ടഹസിച്ചവർ മൗനികളും ലജ്ജിതരുമായി തീരുന്നു. ഉദ്ധിതനായവൻ്റെ ഉണ്മയും ഉയർപ്പിൻ്റെ വെണ്മയും ക്രിസ്തുപാതയിൽ ഭയവും ലജ്ജയും മൗനവും കൂടാതെ സഞ്ചരിക്കുവാനും ഉദ്ധിതനിൽ സമരസപ്പെടുവാനും നമുക്ക് ഇടയായി ഭവിക്കട്ടെ. ഉദ്ധിതനായവൻ്റെ വലിയ സുവിശേഷം സമാധാനത്തിൻ്റേതാണ്. ഈ ഉത്ഥാന പെരുന്നാളിലൂടെ അവനവൻ സമാധാനത്തിലെ പാതയിലായിരിക്കാനും അപരന് സമാധാനം നൽകുവാനും വ്യക്തിപരമായ സാമീപ്യം അപരനിൽ സമാധാനമുണ്ടാക്കുവാനും ഇടയാകട്ടെ. അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഏവർക്കും ഉത്ഥാന പെരുന്നാളിൻ്റെ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.